കൂട്ടുകാരേ, നന്മണിയുടെ കൂട്ടുകാരെല്ലാവരും എവിടെയാ? ഇന്ന് ആരൊക്കെയുണ്ട് നന്മണിയുടെ കൂടെ കഥ കേൾക്കാൻ? നമുക്ക് ഇന്നൊരു കാക്കയുടെ കഥ കേൾക്കാം. പറയട്ടെ. ദൂരെ ദൂരെ ഒരു സ്ഥലത്ത് ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു. അയാളുടെ വീട്ടിൽ ഒരു കാക്ക താമസിച്ചിരുന്നു. കാക്കയെ കൂടാതെ ആ കൃഷിക്കാരൻ ഒരു മയിലിനെ അവിടെ വളർത്തിയിരുന്നു. അയാളുടെ വീട്ടിലെ മയിലിനെ എപ്പോഴും ഈ കാക്ക നോക്കിക്കൊണ്ടിരിക്കും. എന്താണെന്നോ കാര്യം, നല്ല നിറങ്ങളുള്ള മയിലിനെ കാക്കയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവൻ എപ്പോഴും തന്നെയും മയിലിനെയും താരതമ്യം ചെയ്യും. ഹോ, എനിക്ക് നല്ല കറുത്ത നിറമാണ്, മയിലിൻ്റെ തൂവലുകൾ കാണാൻ എന്തു ഭംഗിയാ, എത്ര നിറമുള്ളവയാണ് എന്നൊക്കെ എപ്പോഴും ചിന്തിച്ചിരിക്കും. അങ്ങനെ ഇരിക്കെ നമ്മുടെ കാക്ക തീരുമാനിച്ചു, എന്താണെന്നോ, ഉറപ്പായും ഒരുപാട് സമയം പ്രാർത്ഥിച്ചാൽ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. അതുകൊണ്ട് ദൈവത്തിനോട് കഠിനമായി പ്രാർത്ഥിക്കുക തന്നെ. അങ്ങനെ അവൻ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ദൈവത്തോട് പ്രാർത്ഥന തുടങ്ങി. കുറേ നാൾ ഇവൻ്റെ പ്രാർത്ഥന കേട്ട ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ദൈവം കാക്കയോട് ചോദിച്ചു, എന്താ നിന്റെ ആഗ്രഹം? എന്തിനാണ് നീ ഇങ്ങനെ കഠിനമായി എന്നോട് പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ കാക്ക പറഞ്ഞു, എനിക്കൊരപേക്ഷയുണ്ട്. ദൈവമേ, എനിക്ക് ആ കാണുന്ന മയിലിനെ കണ്ടോ, അതുപോലത്തെ നിറച്ച് നിറങ്ങളുള്ള വലിയ തൂവലുകൾ വേണമെന്ന് അവൻ ഗോഡിനോട് ആവശ്യപ്പെട്ടു. എന്നിട്ടോ ദൈവം അവനോട് പറഞ്ഞു, നിനക്ക് ഞാൻ നീ ആഗ്രഹിച്ച പോലൊക്കെ തരാം, പക്ഷെ ഒരു കാര്യമുണ്ട്. ആഗ്രഹം ഒരു തവണയേ നടക്കൂ. പിന്നീട് നിനക്ക് തിരിച്ച് നിന്റെ പഴയ രൂപത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കുകയില്ലെന്ന്. അപ്പോൾ കാക്ക പറഞ്ഞു, വേണ്ട വേണ്ട, എനിക്കൊരിക്കലും തിരിച്ചു പോകേണ്ടി വരില്ല. കണ്ടോ, എന്നെ കാണാൻ ഒരു ഭംഗിയുമില്ല, കറുത്ത നിറമാണ് ഞാൻ, ആര് നോക്കിയാലും അയ്യേ എന്ന് പറയുന്ന രീതിയിലാണ് എന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞു, ഇല്ല, അത് നിന്റെ തെറ്റായ ധാരണയാണ്, നിനക്കൊന്നുകൂടി ചിന്തിക്കാനുള്ള സമയമുണ്ട്. കാക്ക സമ്മതിച്ചില്ല. എനിക്ക് മയിലിനെ പോലെയുള്ള നിറയെ നിറങ്ങളുള്ള വലിയ തൂവലുകൾ തന്നെ വേണമെന്ന് കാക്ക ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ ദൈവം അവൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. എന്നിട്ട് അപ്രത്യക്ഷനായി. കാക്കയ്ക്ക് വളരെ സന്തോഷമായി. ആദ്യം കാക്ക അത് വല്ലാതെ ആസ്വദിച്ചു. പക്ഷേ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കാക്കയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. എന്താണെന്നോ, ഈ തൂവലുകളുടെ ഭാരവും വലിപ്പവും കൊണ്ട് അവന് ഒട്ടും പറക്കാൻ സാധിക്കുന്നില്ല. പിന്നീടാണ് അവൻ മയിൽ അധിക ദൂരത്തേക്ക് ഒരുപാട് പൊക്കത്തിലൊന്നും പറക്കുന്നില്ല എന്ന കാര്യം തിരിച്ചറിഞ്ഞത്. മയിലിൻ്റെ തൂവലുകളുടെ ഭംഗി മാത്രം നോക്കിയിരുന്ന കാക്ക അവന് സാധിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. ദൈവത്തോട് ഒരുപാട് ആഗ്രഹിച്ചു മേടിച്ച അവൻ്റെ നിറമുള്ള തൂവലുകൾ അവന് പിന്നീട് വല്ലാതെ ഭാരമായി തുടങ്ങി. ഒട്ടും പറക്കാൻ കഴിയാതെ അവൻ്റെ പറന്നുള്ള ആ ആസ്വാദനവും ഒപ്പം എല്ലായിടത്തും പോകാനുള്ള കഴിവും നഷ്ടപ്പെട്ടതോർത്ത് അവൻ വല്ലാതെ വിഷമിച്ചു. അവൻ എന്തു ചെയ്തെന്നോ, വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷെ കൂട്ടുകാരെ, ദൈവം പ്രത്യക്ഷപ്പെട്ട് കാണുമോ? ഇല്ല. കാരണം എന്താ? അവന് ആ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നതിൻ്റെ ഒപ്പം ദൈവം ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു, ഒരിക്കലും നിനക്ക് നിന്റെ ആഗ്രഹം വേണ്ടെന്ന് വെച്ച് പഴയ പോലെ ആവാൻ സാധിക്കില്ല. അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ നിനക്ക് ഇതുപോലെ തന്നെ ജീവിക്കേണ്ടി വരുമെന്ന് ആദ്യമേ അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷെ കാക്കയുണ്ടോ അന്ന് കേട്ടു? പിന്നീടാണ് കാക്ക അത് ഓർത്തത്. അങ്ങനെ ആഗ്രഹം സാധിച്ചെങ്കിലും വളരെ ദുഃഖഭാരത്തോടെ ഒട്ടും പറക്കാൻ കഴിയാതെ അവൻ ഒട്ടും സന്തോഷമില്ലാതെ ജീവിതകാലം മുഴുവൻ അവൻ്റെ ജീവിതം ജീവിച്ചു തീർത്തു. കൂട്ടുകാരെ, നിങ്ങൾക്കിതിൽ നിന്ന് എന്താ മനസ്സിലായത്? ഭംഗി ഒരിക്കലും നമ്മുടെ നിറത്തിലോ രൂപത്തിലോ ഒന്നുമല്ല, നമ്മുടെ സ്വഭാവത്തിലും ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? അതിലൊക്കെയാണ്. അല്ലാതെ ഒരിക്കലും മറ്റൊരാളെ പൂർണ്ണമായിട്ട് അനുകരിക്കാൻ ശ്രമിക്കരുത്. ദൈവം നമുക്ക് ഓരോ കഴിവുകൾ ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ് തന്നിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം കാക്ക വളരെ ചെറുതും ഒപ്പം അതിൻ്റെ തൂവലുകൾക്ക് അധികം ഭാരമില്ലാതെ ചെറുതുമാക്കി കൊടുത്തത്? ഒരുപാട് ദൂരത്തേക്ക് കാക്കയ്ക്ക് പറക്കാനുള്ള കഴിവുണ്ടായിരുന്നു അല്ലേ? അതുപോലെ തന്നെയാണ് ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ്. ഒരിക്കലും നമ്മൾ മറ്റൊരാളെ പൂർണ്ണമായിട്ട് അനുകരിക്കാൻ ശ്രമിക്കരുത്. അവരുടെ നല്ല ഗുണങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താം, അവരുടെ സ്വഭാവത്തിൽ. പക്ഷേ അതുപോലെ തന്നെ ആകാൻ ശ്രമിക്കേണ്ട കാര്യമില്ല അല്ലേ? ദൈവം എല്ലാവർക്കും കഴിവുകൾ തന്നിട്ടുണ്ട്. കേട്ടോ കൂട്ടുകാരെ? അപ്പോൾ കൂട്ടുകാർക്ക് ഈ കുഞ്ഞു കഥ ഇഷ്ടമായി എന്ന് കരുതട്ടെ.
വീണ്ടും മറ്റൊരു കഥയുമായി അടുത്ത ദിവസം കാണാം. ബൈ ബൈ.